10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, കുറേ ആളുകൾ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് ഞാനിപ്പം ഒരു വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടിപ്പം 10 ദിവസം കഴിഞ്ഞ്. 10 ദിവസം കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ കംപ്ലീറ്റ് ആ ഒരു എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുത്ത്. അപ്പോൾ ഞാൻ ആ ക്ലീൻ ചെയ്യുന്നതെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാണൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഞാൻ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടാകുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വരും. അതുപോലെ തന്നെ ഞാൻ ആ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആ ഒരു ഗ്രാഫ്റ്റ് എടുത്ത ഏരിയ എല്ലാം കംപ്ലീറ്റ് ഈ ഒരു രീതിയിൽ കവറായിട്ട് വന്ന് ഈ ഒരു ഇതാണ്. ഇപ്പോൾ എൻ്റെ 10 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ള മുടിയെല്ലാം വന്നിട്ട് ഇത് കംപ്ലീറ്റ് കവറാവും, കംപ്ലീറ്റ് ആ രീതിയിലൊന്ന് സെറ്റായിട്ട് വരും. അത് ഞാൻ പിന്നെയും അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങളെല്ലാം. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇട്ട വീഡിയോസ് ഞാൻ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിപ്പോൾ ഞാനിപ്പം ആ ഹെയർ ഓഡൻറ്റ് ശ്രീനാഥ് ഡോക്ടർ അവരുടെ കാര്യങ്ങൾ അപ്പോൾ അവർ നമുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചെയ്ത കാര്യം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. കാരണം വേറെ കുറേ ക്ലിനിക്കിലെല്ലാം അവരവരുടേതായ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്യണം. 10 ദിവസം കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യുക, ജിമ്മ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അങ്ങനെ പല ക്വസ്റ്റ്യൻസിലും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഡ്യൂട്ടിക്ക് എപ്പോഴാണ് പോകേണ്ടത്, ഇങ്ങനെ പുറത്ത് പോകാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് പറയാം. ഇപ്പോൾ വർക്കൗട്ടായാലും നല്ലോണം വിയർക്കുന്ന ഇതായാലും പിന്നെ ഈ നല്ലോണം പൊടിപ്പില്ല, നല്ല പൊടിയലായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ അതൊക്കെ എന്താക്കുക 10 ദിവസം വരെ ഒഴിവാക്കുക. കാരണം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ ഹെഡ് വാഷ് ചെയ്യുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അതുവരെ ജസ്റ്റ് ഒന്നിങ്ങനെ അതിനോടൊന്ന് വെള്ളത്തോട് ഒപ്പുന്നത് മാത്രമാണ്. അത് നല്ലൊന്ന് ക്ലീൻ ചെയ്യാൻ ഒരു ഷാമ്പുലിട്ടിട്ടൊന്ന് തുടങ്ങില്ല നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ടാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാണൊക്കെ നമുക്ക് ചൊറിച്ചിലാണ് അനുഭവപ്പെടോ. അപ്പോൾ അത് എൻ്റെ അനുഭവം ഞങ്ങൾക്ക് പറയുന്നത്. അതിപ്പോൾ എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താണൊക്കെ തന്നെ നമുക്ക് എന്താക്കുമെന്ന് വെച്ചെങ്കിൽ ഒന്നും അറിയില്ല. കാരണം നീരും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ചൊറിയാൻ തുടങ്ങും. അതെന്ന് വെച്ചാൽ നമ്മൾ നീരെല്ലാം ഇറങ്ങുന്നതാണ്. നമുക്കിവിടെ ആ ഒരു അലസേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നീരെല്ലാം ഇറങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു ചൊറിയുന്നൊരു ഫീലും ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് ചൊറിയാൻ നിൽക്കണ്ട. അതിപ്പോൾ നമുക്ക് നല്ല പാങ്ങിൽ അതിലേക്കൊന്ന് പിടിച്ച് ആ ഒരു ഗ്രാഫ്റ്റിൽ പിടിച്ച് സെറ്റായിട്ട് വന്നിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൊറിയാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിനെ കോട്ടനോട് വെള്ളത്തോടൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഒപ്പിയെടുക്കും. ആ രീതിയിലാണ് ഞാൻ ചെയ്യല്. ഫസ്റ്റ് തന്നെ നമുക്ക് അതിൽ ചിന്തിച്ചിട്ട് ഒരു ഇറിറ്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് വലിയ പ്രശ്നമൊന്നും വരില്ല ആ ഒരു കാര്യങ്ങൾ. പിന്നെ ഈ 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വർക്കൗട്ട് നമുക്ക് എന്താക്കുക, ജിമ്മിന് പോവുക, ഡ്യൂട്ടിക്ക് പോവുക, പിന്നെ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, കുറേ ആൾ ചോദിച്ചിന് ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഹെൽമെറ്റ് യൂസ് ആക്കുക. പക്ഷെ അത് കുറേ ലോങ്ങിലേക്ക് യൂസ് ആക്കണ്ട. കുറേ അത് ഹെൽമെറ്റ് ഇട്ടിട്ട് കുറേ ലോങ് റൈഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഈ ചൂട്ടിൽ വെയിലത്തന്നെ കുറേ റൈഡ് ചെയ്യുന്നില്ലേ, അപ്പം അതെല്ലാം ഫുള്ള് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ഹീറ്റ് ആവും. അപ്പോൾ അതെല്ലാം സാധാരണ നോർമലി അത് നല്ലതല്ല. പിന്നെ അതുകൊണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രത്യേകിച്ചിട്ട് അപ്പം എന്താക്കുക, ഈ ലോങ് യാത്ര അങ്ങനത്തെ എല്ലാം ഒരു 2 മാസത്തേക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ തൽക്കാലത്തേക്കുള്ള അടുത്തുള്ള യാത്ര എല്ലാം പോകുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഹെൽമെറ്റ് യൂസ് ആക്കുക. പിന്നെ ക്യാപ്പെല്ലാം ജസ്റ്റ് ഒന്ന് അപ്പം ഓവർ വെക്കണ്ട. സാധാരണ വെക്കുന്ന അതും ഹെൽമെറ്റ് പോലെ തന്നെ അതും നല്ലതല്ല. പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കാം മാക്സിമം. കുറച്ചാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് വർക്കൗട്ട് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാണക്കിനെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റും. അത് ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാണക്കിനെ എങ്ങനെയും 2-3 ദിവസം ഒരു ചെറിയൊരു ക്ഷീണുണ്ടോ, ചെറിയൊരു മിനി സർജറി ചെയ്തതല്ലേ. അപ്പോൾ എന്തായാലും 2-3 ദിവസം ഒന്ന് ബെഡ് റെസ്റ്റ് തീർച്ചയായിട്ടും എടുക്കണം. ഇല്ലാതെ നീരിറങ്ങിപ്പോകും. നീരിറങ്ങിയ പിന്നെ നമ്മൾക്ക് കാണുന്ന ആൾക്കാരിലൊക്കെ എന്തോ ഒരു പേടി പോലെ തോന്നും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് 3-4 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക. ഇപ്പോൾ ഇൻ കേസ് ഇനി നീര് വന്നാൽ തന്നെ അത് പോകുന്ന കാര്യമാണ്. എന്നാൽ പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇതാവും. അതുകൊണ്ട് എന്താക്കുക, പ്രോപ്പറായിട്ട് ഒന്ന് കിടക്കുക, ഒന്ന് ബെഡ് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇൻഡോർ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടിയെല്ലാം ആണെങ്കിൽ പോയിക്കോ, പ്രശ്നമില്ല. ഇപ്പോൾ ഉള്ളിൽ ഇപ്പോൾ പൊടി പിടിച്ച സ്ഥലത്തൊന്നും പോകുന്നില്ല, വേർപ്പ് വരുന്ന പണിയൊന്നുമില്ല, ഉള്ളിലാണ് ഇൻഡോർ ആയിട്ടുള്ള പണി, അങ്ങനത്തെ എല്ലാം എന്തെങ്കിലും ഡ്യൂട്ടിയെല്ലാം ഉണ്ടെങ്കിൽ പോയിക്കോ, പ്രശ്നമൊന്നുമില്ല. ആ പോക്കും വരുമ്പോഴാകുമ്പം പൊടി പിടിക്കാതെയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി.
അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ള കുറച്ച് പണിയെല്ലാം 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജിമ്മ് വർക്കൗട്ടും ചെയ്യുക, ഡ്യൂട്ടിക്കും പോവുക, എല്ലാം ഒരു പ്രശ്നമില്ല. കാരണം 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഷാമ്പു യൂസ് ആക്കിയില്ലാണ്. ഷാമ്പു എന്ന് വെച്ചെങ്കിൽ ഞാൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ മറ്റേ ഹിമാലയൻ്റെ തന്നെ ബേബി ഷാമ്പു ആണ് ഞാൻ യൂസ് ആക്കുക. അപ്പോൾ ഡോക്ടർ എന്നോട് അത് പറഞ്ഞത് യൂസ് ആക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ബേബി ഷാമ്പു യൂസ് ചെയ്യില്ല. അത് 2 മാസം വരെ നമ്മൾ എന്താക്കണം, ബേബി ഷാമ്പു വെച്ചിട്ടാണ് 2 മാസം യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ ഓയിലും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാം. നമുക്ക് ഈ മുടിക്കിടുന്ന ഓയിലും കാര്യങ്ങളെല്ലാം ഈ 2 മാസം വരെ എന്താക്കണ്ട, യൂസ് ആക്കണ്ട. അതിൽ 2 മാസം കഴിഞ്ഞിട്ട് മതി. 2 മാസം വരെ ഓയിൽ ഉപയോഗിക്കണ്ട. അതുപോലെ തന്നെ ഷാമ്പു, ബേബി ഷാമ്പു അല്ലാത്ത വേറെ ഒരു ഷാമ്പും പോലും യൂസ് ആക്കണ്ട. വെറും ബേബി ഷാമ്പു മാത്രം യൂസ് ആക്കിയാൽ മതി. അതൊന്ന് ഈ ഒരു 2 കാര്യം പ്രോപ്പറായിട്ടൊന്ന് ശ്രദ്ധിക്കുക. 10 ദിവസം കഴിഞ്ഞെങ്കിൽ ബാക്ക് ടു നോർമലാണ്. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ഓയില്, ഷാമ്പു, അങ്ങനത്തെ കുറച്ച് റഫായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. പിന്നെ 2 മാസം കൂടി കഴിഞ്ഞെങ്കിൽ കംപ്ലീറ്റ്ലി ബാക്ക് ടു നോർമൽ. പിന്നെ ഒരു പ്രശ്നമില്ല, പണ്ട് എന്താണോ നിങ്ങൾ അതുപോലെ ചെയ്യുക, ഒരു പ്രശ്നവും അതിലില്ല. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾ പറയലുണ്ട് ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ എല്ലാം എന്താണ് ചെയ്യേണ്ടതല്ലോ. ഭക്ഷണം വെച്ചാൽ നമ്മൾ നോർമലി നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുന്നില്ല, അതൊക്കെ കഴിക്കുക. അതിൽ തന്നെ നല്ല സലാഡ്സ്, അതായത് പോലത്തെ ക്യാരറ്റ്, അങ്ങനത്തെ എല്ലാം കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതുപോലെ ഹെൽത്തി പ്രോട്ടീൻ ഫുഡെല്ലാം അതിലേക്ക് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ആ ഒരു മുട്ടയും ചിക്കനും അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ എന്തൊക്കെ നമുക്ക് മുടിക്ക് ആവശ്യമായ കാര്യങ്ങൾ പോകുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വെച്ചെങ്കിൽ ഇതിനെ പ്രോപ്പറായിട്ട് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് അത് ചെയ്തിട്ട് 10 മാസമായി. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ കംപ്ലീറ്റ്ലി കോൺസെൻട്രേഷൻ കൊടുത്തിട്ടൊന്നും ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നോർമലി സാധാരണ എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ പോകുന്നത് ആ രീതിയിൽ തന്നെ ഞാൻ പോയത്. അല്ലാതെ വേറെ സ്പെഷ്യലായിട്ട് ഞാൻ ഇതാക്കിയിട്ട് ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ഇനി കുറേ വ്ളോഗും ട്രാവലിങ്ങൊക്കെ ചെയ്യും. അപ്പോൾ അതിലെല്ലാം നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തീർച്ചയായും അതിലെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു വീഡിയോസും കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അതിലെല്ലാത്തിലും ഉണ്ടാവണം ഇതുപോലെ തന്നെ. അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് എന്താക്കാമെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് കാണാനും എല്ലാം പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രാഫ്റ്റിനെ വളച്ച് വരുന്നത്ര, അപ്പോൾ വരുന്ന സമയത്ത് നമുക്കിന്നെ റഫായിട്ടിനെ ചൊറിയാനും ഇതാക്കാനും അങ്ങനത്തെ ഒന്നും നിൽക്കേണ്ടതും വേണ്ട. അതിപ്പോൾ നോർമലി സാധാരണ സ്കാൽപ്പിനെല്ലാം നല്ലതല്ല. അപ്പോൾ സാധാരണ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ചൊറിവ് അനുഭവപ്പെടുമ്പോൾ ജസ്റ്റ് സാധാരണ ഇതുപോലെ തന്നെ ഇങ്ങനെ ആക്കുക. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ചൊറിയുന്നുണ്ടെങ്കിൽ നല്ല വലിച്ച് സ്ട്രോങ്ങിലി റഫായിട്ട് ചെയ്യാതെ ഒരു സാധാരണ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു രീതിയിൽ എന്താക്കുക, ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ എന്തോ ആക്കുക, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ബേബി ഷാമ്പു ഇട്ടിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് നല്ല പാങ്ങിൽ ഷാമ്പു ഇട്ട് നല്ല പാലിൽ തേച്ചിട്ട് വരച്ച് കുളിക്കുക, ഒരു പ്രശ്നവുമില്ല. നല്ല പാലിൽ തേച്ചിട്ട് നല്ല പാലിൽ മസാജ് ചെയ്യുക. നല്ല രീതിയിൽ ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്തിട്ട് കുറച്ച് വെക്കാം. നല്ല പോലെ മസാജ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ വെക്കാം. എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി. ആ ഒരു രീതി. ഇനിയിപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതൊരാൾ ഒരു രീതിയിലാണ്. ഒരാൾക്ക് ഒരു 5 ദിവസത്തിലൊരിക്കും ഷാമ്പു ഇട്ടാൽ മതി. ഒരാൾക്ക് ചിലപ്പോൾ 3 ദിവസത്തിൽ ഒരിക്കലിടേണ്ടി വരും. അത് ആ ഒരു ഡിപ്പെൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരാളെന്ന് വെച്ചിങ്ങനെ കച്ചറലായിട്ടുള്ള സ്ഥലം അങ്ങനത്തെ എല്ലാം പുറത്തെല്ലാം പോയിട്ട് വരുന്ന അപ്പം വേർക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ആളുമ്പോൾ എന്തൊക്കെ 2-3 ദിവസത്തിൽ ഒരിക്കും വെച്ചിട്ട് ചെയ്യണം. ഇനി അതല്ല അങ്ങനെ വേർപ്പായിട്ടും അതുപോലത്തെ കച്ചറവിൻ്റെ പൊടിയായിട്ടൊന്നും ഇല്ല, അങ്ങനത്തെ ആണെങ്കിൽ 5 ദിവസത്തിൽ ഒരിക്കും ആ രീതിയിൽ ഷാമ്പു യൂസ് ആക്കിയാൽ മതി. പിന്നെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 10 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മളിപ്പം ക്ലീൻ ചെയ്ത് ഒന്ന് പോകുമ്പോൾ ചിലപ്പോൾ ഇത് ആ ഒരു മുടിയെല്ലാം ഇങ്ങനെ അടന്നു പോകും. അതൊന്നും ഒരു ടെൻഷൻ ആക്കണ്ട. കാരണം നമ്മൾ ഈ വെച്ച മുടിയെല്ലാം കംപ്ലീറ്റ് പോകേണ്ടതാണ്. അതെല്ലാം പോയിട്ട് രണ്ടാമതും മുളച്ച് വരുന്നതാണ് ചെയ്യല്. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഇനി അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഒരു മുടി വെച്ച മുടിയെല്ലാം എന്താവും കംപ്ലീറ്റ് ഇങ്ങനെ അളവിൽ പോകും. എല്ലാം വെച്ച മുടിയെല്ലാം ഇപ്പോൾ ഞാൻ മുമ്പത്തെ 10 മാസം മുമ്പ് വെച്ചതല്ല, ഇപ്പോഴത്തെ ഈ 10 ദിവസം മുമ്പ് വെച്ചിട്ട് ആ മുടിയെല്ലാം ഇനി അളവി പോകും, കംപ്ലീറ്റ് പോകും. അപ്പോൾ ആരും ടെൻഷൻ ആവണ്ട. കുറേ ആൾക്ക് ടെൻഷൻ ആവലുണ്ട് അങ്ങനത്തെ. അപ്പോൾ അതൊന്നും ടെൻഷനൊന്നും ആവണ്ട. മുടി കാരണം അത് പോകേണ്ട മുടി തന്നെയാണ്. അതെല്ലാം കംപ്ലീറ്റ് പോയിട്ട് രണ്ടാമതും വളർന്നു വരുന്നത്. എന്നിട്ട് ഒരു 4-5 മാസം ആകുമ്പോൾ തന്നെ അതെല്ലാം വളർന്നു വരും. പിന്നെ ഒരു 6-7 മാസം ആകുമ്പോൾ ആ ഒരു മുടിയിൽ നിന്ന് 2 മുടി വരും. പിന്നെ 3 ഒരു ഗ്രാഫ്റ്റിയുടെ ക്വാളിറ്റി അനുസരിച്ച് ഓരോരാൾ ഒരു ഡിഫറെൻറ്റ് ക്വാളിറ്റിയാണ് ഗ്രാഫ്റ്റ്. ഓരോരാളിൽ ഇപ്പോൾ ചിലപ്പം 1 മുടി 2 മുടി 3 മുടിയിലുണ്ടോ ആ രീതിയിൽ. ഒരാൾ 4 മുടി, ഒരാൾ 5 മുടി. 5 ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് വരും. എൻ്റെ ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരിക്കും അവർക്ക് വരുന്നത്.
അപ്പം ഇപ്പം ഫസ്റ്റ് തന്നെ ഇപ്പം പൊയിഞ്ഞു പോയ ശേഷം ഒരു മുടി വരും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ 2 മുടി വരും, 3 മുടി. അപ്പോൾ എന്താ നമ്മൾ റിസൾട്ട് മാറി മാറി വരും. അതൊക്കെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് എൻ്റെ കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും റിസൾട്ടും കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിൻ്റെ വീഡിയോസ് ഞാൻ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും. പിന്നെ കുറേ ആൾ ചോദിക്കലുണ്ട്, അതായത് ഇപ്പോൾ ലൈഫ് പാർട്ണറായിട്ട് നമുക്ക് സെക്സ് ആ ഒരു രീതിയിൽ ചെയ്യാണ്ട് പറ്റുമോ? കുറേ ഡൗട്ട് ഉണ്ട്. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിനി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നത്. അങ്ങനത്തെ ഡൗട്ട്സ് എല്ലാവർക്കും കൂടി അറിയാൻ വേണ്ടി പറയുന്നത്. അതിൽ പ്രശ്നമുണ്ട്? അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇതായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ആൾക്ക് തന്നെ 2-3 ദിവസം 3-4 ദിവസം ഒന്ന് ബെഡ് റെസ്റ്റ് എടുക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ നീരിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, ഓവർ ഒരു സ്ട്രെയിൻ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രോപ്പറായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ആകെ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഒന്ന് റെസ്റ്റ് എടുത്ത് അന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് സെറ്റായി ആ വേദന, ഒരു ചെറിയൊരു ക്ഷീണം പോലെ ആ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ക്ലിയർ ഒരു ഇതായിട്ടാകുമ്പോൾ പിന്നെ ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. അപ്പോൾ അതും ഇതായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കുറേ ഡൗട്ട് ഉണ്ട്, അത് ചെയ്യാൻ പറ്റുമോ, ഇനി എത്ര ദിവസം ചെയ്യാൻ, 2 മാസം ചെയ്തുകൂടെ, 10 ദിവസം ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ കുറേ ആൾ ചോദിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സെക്സ് അതായിട്ടും ഇപ്പോൾ ലൈഫ് പാർട്ണറായിട്ട് ഇപ്പോൾ സെക്സ് ചെയ്യുന്ന ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു പ്രശ്നവുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറെ വെച്ചാൽ ഇപ്പോൾ എനിക്കിപ്പോൾ കുറേ ഡൗട്ട്സിന് വരുന്നത് ഞാൻ പെട്ടെന്ന് മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇനിയിപ്പോൾ പറയുന്നത് വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ നല്ല ബൈ ഹാർട്ടായിട്ട് പഠിച്ച് പറയുന്നതൊന്നുമല്ല, എഴുതി വെച്ച് പറയുന്നില്ല. എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്നത് ഞാൻ നിങ്ങളിപ്പോൾ പറയുന്നത്. വേറെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ അതിൻ്റെ റിപ്ലൈ തീർച്ചയായിട്ടും ഞാൻ തരും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.